രസകരമതല്ല, പോലീസിന്റെ പേടിയായിരുന്നു നിർത്താൻ ഞാൻ. പോലീസ് റോഡ് ഓടി പോയാൽ വീട്ടിൽ ഓടി വിളിക്കുന്നവനായിരുന്നു ഞാൻ. ഈ എപ്പിസോഡ് പറയാൻ പോകുന്നത്, ഈ ഫിലിം ക്യാമറ ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ പോലീസ് ഫോട്ടോഗ്രാഫറായിട്ട് പോലീസ് സേനയിൽ ജോയിൻ ചെയ്യുന്നത്. 1999 ഞാൻ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ പോയി ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കടമ്പയുണ്ട്. ഫൈനാൻസ് കോളേജിൽ നിന്ന് ഡിപ്ലോമയോ ഡിഗ്രിയോ പാസ്സാകണം. ഏത് ഫോട്ടോഗ്രാഫി ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സുണ്ട്. അതിൽ ഈ കോഴ്സിൽ പെയിൻറ്റിങ് അപ്ലൈ ആയിട്ട് പിന്നെയുള്ളത് ശില്പകലാ നിർമ്മാണം. അങ്ങനെ 3 വിങ്ങാണ്. 3ലും നമുക്ക് ചേരാൻ പറ്റില്ല, ഒരെണ്ണത്തെ മാത്രമേ ചേരാൻ പറ്റുള്ളൂ. ഞാൻ ചേർന്നത് അപ്ലൈ ആർട്ടാണ്. അതിലാണ് ഫോട്ടോഗ്രാഫി ഉള്ളത്. അത് പഠിച്ചാൽ മാത്രമേ PSC പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റൂ. വേറെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ച ഒരു കോഴ്സും ഇത് അപേക്ഷിക്കാൻ പറ്റില്ല. അത് PSC റൂളാണ്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. നിരവധി ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ PSC അത് മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ PSC ഇൻ്റർവ്യൂ ടെസ്റ്റ് എടുത്തു. ടെസ്റ്റ് ചെയ്ത് പാസ്സായ ശേഷം ഇൻ്റർവ്യൂ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. ഈ പ്രാക്ടീസ് ടെസ്റ്റിൽ നമ്മൾ ശരിയായ രീതിയിൽ ഫോട്ടോ എടുക്കുകയും വാഷിംഗ്, ഡെവലപ്പിംഗ് അതൊക്കെ നോക്കിയിട്ട് മാർക്കിട്ട് ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കും. ഇൻ്റർവ്യൂ എടുത്താൽ മാത്രമേ നമ്മളെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. പോലീസിലാണെങ്കിൽ നിരവധി പോസ്റ്റ് വേറെ പലതുണ്ട്. സൂവിലുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇത്തരം പോലീസ് ഫോട്ടോഗ്രാഫർ തസ്തികകളുണ്ട്. അങ്ങനെ പോലീസിൽ എനിക്ക് ഫോട്ടോഗ്രാഫർ കിട്ടി. രസകരമതല്ല, പോലീസിന്റെ പേടിയായിരുന്നു നിർത്താൻ ഞാൻ. പോലീസ് റോഡ് ഓടി പോയാൽ വീട്ടിൽ ഓടി വിളിക്കുന്നവനായിരുന്നു ഞാൻ. ഒരു ആത്മഹത്യ കണ്ടാൽ, ഒരു ശവം കണ്ടാൽ നോക്കാനോ കാണാനോ പോകാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്കാണ് അതേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതേ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. എങ്ങനെയുണ്ട്? അതൊക്കെ ഒരു സംഭവമാണ്. അങ്ങനെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. ഞാൻ തിരുവനന്തപുരത്ത് പോയി ജോയിൻ ചെയ്ത് അവിടെ 3 മാസക്കാലത്തോളം ഞങ്ങൾക്ക് ട്രെയിനിങ് ആണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലും ഫിംഗർ പ്രിൻറ്റിംഗ് ബ്യൂറോയിലും സ്റ്റേറ്റ് പോലീസ് ഫോട്ടോഗ്രാഫി ബ്യൂറോയിലും ട്രെയിനിങ് ആണ്. ആ സമയത്തൊക്കെ നമ്മളെ സീനിൽ കൊണ്ടുപോകും. എങ്ങനെയാണ് കൈകാര്യം ഫോട്ടോ എടുക്കാൻ വേണ്ടി പഠിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ, നമ്മൾ കഴിഞ്ഞാൽ വരുന്നത്. പക്ഷേ എങ്ങനെയാണ് പോലീസിൽ ക്രൈം സീനുകളിൽ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ 3 മാസത്തെ ട്രെയിനിങ്ങിൽ കരസ്ഥമാക്കി. നിരവധി സീനുകളിൽ നമ്മൾ കൊണ്ടുപോകും. മോഷണങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അങ്ങനെ വണ്ടി ആക്സിഡൻറ്റുകൾ, ഈ പോലീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും നമ്മൾ വിളിക്കും, നമ്മൾ പോകണം. അങ്ങനെ എനിക്ക് ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടി. ജോയിൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കോള് വന്നു. അടിപൊളി കോള്. അവൻ്റെ കഴുത്തറുത്ത് അനന്തരവൻ. കേൾക്കണേ, സ്വന്തം അവൻ്റെ കഴുത്തറുത്ത ഒരു കേസ്. അല്ലെ, ബോഡിയിൽ തലയില്ല, തല ഒരിടത്ത്, ശരീരം വേറെ എടുത്തു. ചെന്നു, ഞങ്ങൾ പോയി, മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ ചെന്നു. ഫസ്റ്റ് കണ്ടത് ബോഡിയിൽ ഒരു കണ്ണില്ല. ഒരു കണ്ണ് പാടത്തെ കിടന്നത്. അത് ആമയോ ആരോ കൊണ്ടുപോയി. ഒരു കണ്ണില്ല. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫോട്ടോഗ്രാഫിയിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ക്രൈം സീൻ ഫോട്ടോഗ്രാഫി. മറ്റ് അനുബന്ധമായിട്ടാണ് നമ്മുടെ ഈ ഫോട്ടോയും വീഡിയോയും വരുന്നത്. ഫിംഗർ പ്രിൻറ്റിനെ പറ്റി ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത്, സയൻറ്റിഫിക് ഓഫീസറുടെ ഡിറ്റക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ട്, ഡിറ്റക്ഷനുമായിട്ട് വരുന്ന റിപ്പോർട്ട്, ഇതെല്ലാം വെച്ചിട്ടാണ് കോടതി വാദിക്കുന്നത്. ഇത് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.